കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാന സമുന്നത നേതാവുമായ സഖാവ് VS നമ്മെ വിട്ടുപിരിഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ്റെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലും അവരെ സംഘടിപ്പിക്കുന്നതിൽ മാത്രമല്ല അവർക്ക് വേണ്ടി പോരാടുന്നതിൽ മുൻപന്തിയിൽ നിന്ന നേതാവാണ് സഖാവ് VS. കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് അമൂല്യമായ സംഭാവന നൽകിയ വ്യക്തിയാണ് VS. വളരെ ചെറുപ്പത്തിൽ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്നത്തെ CP ഭരണത്തിനെതിരായിക്കൊണ്ടുള്ള പോരാട്ടത്തിൽ സജീവമായ പങ്കാളിത്തം വഹിച്ച വ്യക്തിയായിരുന്നു സഖാവ് VS. കുട്ടിക്കാലം മുതൽ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അന്ത്യം വരെ ഓർമ്മയുള്ള കാലത്തോളം അവശനായി കിടക്കുന്നവരെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് മുഴുകി നിന്നു. ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങൾ VS ഉൾക്കൊള്ളാനുണ്ട്. എവിടെയെല്ലാം സാധാരണക്കാരൻ്റെ പേരിൽ മർദ്ദനവും അക്രമവും വരുന്നു അവിടെ ഓടിയെത്ത സ്വഭാവം സഖാവ് VS വിട്ടുവീഴ്ചയില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു സഖാവ് VS. തനിക്ക് ശരിയെന്ന് തോന്നുന്ന ഏത് വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ VS ധീരമായ പങ്കാണ് വഹിച്ചത്. മധ്യ തിരുവിതാംകൂർ മേഖലയ്ക്കകത്തുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിൽ VSൻ്റെ സംഭാവന പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതാണ്. CPMൻ്റെ രൂപീകരണ ഘട്ടത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇപ്പോൾ മരണമടഞ്ഞ സഖാവ് VS അവസാനത്തെ കണ്ണി. നേതൃത്വം കൊടുത്ത വ്യക്തികളിൽ അവസാനത്തെ വ്യക്തി സഖാവ് VS. മറ്റാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. സഖാവ് VSൻ്റെ ഓർമ്മകൾ എന്നും നമ്മളിൽ നിലനിൽക്കും. ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ VSനെ പോലത്തെ നേതാക്കന്മാരുടെ അഭാവം എപ്പോഴും നിഴലിക്കും എന്ന കാര്യം സംശയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ദശകങ്ങളായിട്ടുള്ള ബന്ധം സഖാവ് VS ആയിട്ടുമുണ്ട്. ആദ്യം കർഷക തൊഴിലാളികളുടെ ആലപ്പുഴയിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ്റെ പ്രചരണാർത്ഥവും കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥയിൽ തിരൂരിലെത്തിയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ VSമായി ബന്ധപ്പെടുന്നു പരിചയപ്പെടുന്നു. അതിനുശേഷം പലപ്പോഴും അദ്ദേഹം പല പരിപാടിക്കും അവിടെ വന്നിട്ടുണ്ട്. കമ്പിതപ്പാൽ ജീവനക്കാരുടെ അന്ന് NFPT ആണ്, 9 സംഘടനകളുടെ ഫെഡറേഷനാണ് NFPT. ആ സംഘടന സമ്മേളനത്തിന് 1985 മെയ് മാസം 9 മുതൽ 4 ദിവസമാണ് സമ്മേളനം നടന്നത്. ആ ദിവസം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴൊക്കെ തന്നെ ഈ പ്രക്ഷോഭ സമരത്തിൻ്റെയും അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൻ്റെ പോലീസിൻ്റെ ഭീകരമർദ്ദനത്തിൻ്റെയും കഥകളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ആ പഴയ കാലഘട്ടത്തിലെ പ്രവർത്തന ശൈലിയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലഘട്ടത്തിലെ പോരായ്മകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നതെന്നെല്ലാം. സഖാവ് VSൻ്റെ വീരസ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഈ കേരളത്തിലെ ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ സാഹചര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പോരാടേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ മുഴുക്കുന്നത്. മതസൗഹാർദ്ദത്തിന് വേണ്ടി സാധാരണ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ട ഘട്ടത്തിൽ VSൻ്റെ ഓർമ്മകൾ എന്നെന്നും നമ്മുടെ മുമ്പിലുണ്ടാകും. ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ 1 വർഷത്തെ ഏവിയേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, മോണ്ടിസോറി TTC കോഴ്സുകൾക്കൊപ്പം 3 വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം. അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി. പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങും. മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും. യോഗ്യത +2 ഡിഗ്രി. +2 തോറ്റവർക്കും അപേക്ഷിക്കാം. 2025-2026 ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ബ്രാഞ്ചസ് തിരൂർ, വളാഞ്ചേരി, ചെമ്മാട്, എടപ്പാൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 80757 64120 79026 38001 9946653040.